റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ഇബാദത്തുകളും നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനാണ്. അതുപോലെ നാം ചെയ്യുന്ന ഈ ഒരു സൽക്കർമ്മം സ്വാലിഹീങ്ങളെ പറയുക, സാലിഹീങ്ങളെ അനുസ്മരിക്കുക എന്നുള്ളത് ദിക്റുസ് സ്വാലിഹീന കഫാറാ. സ്വാലിഹീങ്ങളെ അനുസ്മരിക്കൽ അത് കഫാറത്താണ്, നമ്മുടെ പാപങ്ങളെ പുറത്തു തരാൻ വലിയ കാരണമാണ്. നമ്മൾ ഈ സദസ്സിൽ വെച്ച് മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു നമ്മുടെ തെറ്റുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പുറത്തു തരുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയുള്ള നല്ല സദസ്സുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഈ സദസ്സിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നത് ആരൊക്കെയാണ്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ മണ്ണാർമല അബൂബക്കർ മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ നാടിന്റെ വലിയൊരു പ്രത്യേകതയാണ്, ഇവിടെ മഹാന്മാരുമായിട്ട് നല്ല മനുഷ്യരുമായിട്ട് ബന്ധമുള്ള ധാരാളം ആളുകളുണ്ട് എന്നുള്ളത്. എപ്പോഴും നന്മയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ നാട്ടുകാരും പ്രത്യേകിച്ച് നല്ലതിനോട് സ്നേഹമുള്ളവരും നല്ലവരെ സ്നേഹിക്കുന്നവരുമാണ് ഈ നാട്ടുകാർ. സ്വാലിഹീങ്ങളുമായിട്ട് അഭേദ്യ ബന്ധമുള്ളവരാണ് നമ്മുടെ അടക്കൽ പ്രദേശത്തുകാർ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മഹാന്മാരെ ഇവിടെ പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകൾ അവരുടെ ജീവിതം എന്താണെന്ന് നമ്മൾ പഠിക്കുകയും ആ ജീവിതം മനസ്സിലാക്കിയിട്ട് അതിനെ നാം അനുധാവനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. അതിനു കൂടിയാണ് നമ്മുടെ ഈ അനുസ്മരണ പരിപാടി. മഹാന്മാർ എന്താണ്? മഹാന്മാരുടെ പ്രത്യേകത, അവർക്ക് അള്ളാഹു നൽകിയ ഖസായിസുകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലാ കാലഘട്ടത്തിലെയും മഹാന്മാരെ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവരിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ കാണാൻ കഴിയേണ്ടുന്ന പ്രധാനപ്പെട്ട 6 ഗുണങ്ങൾ മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് കേൾ പറഞ്ഞില്ലേ, വഅഇമ്മത്തുൻ കശ്ശാഫിഈ വനഹ്വിഹിം കാനൂ അലാ സിത്തിൻ ഖിസാലിൻ കുമ്മലാ. വഅഇമ്മത്തുൻ കശ്ശാഫിഈ വനഹ്വിഹിം, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. റജബ് മാസമല്ലേ ഇത്? റജബിന്റെ അവസാനത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. റജബ് മാസത്തിന്റെ അവസാന ദിവസമാണല്ലോ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞത്. ശാഫിഈ ഇമാമിനെ കൂടി അനുസ്മരിക്കേണ്ടുന്ന മാസമാണ് റജബ് എന്ന് പറയുന്നത്. അതുപോലെ അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കപ്പെടുന്ന മാസമാണ് റജബ്. അതുപോലെ കണ്യാല മൗല റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കപ്പെടുന്ന മാസമാണ് റജബ്. അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരെ അനുസ്മരിക്കപ്പെടുന്ന മാസമാണ് റജബ്. എങ്കിൽ ശാഫിഈ ഇമാമിന്റെ വലിയ പ്രത്യേകത എന്താണ്? അതുപോലെയുള്ള മഹാന്മാരുടെ വലിയ പ്രത്യേകത എന്താണ്? വഅഇമ്മത്തുൻ കശ്ശാഫിഈ വനഹ്വിഹിം കാനൂ അലാ സിത്തിൻ ഖിസാലിൻ കുമ്മലാ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ നമ്മുടെ ഇമാമുമാർ കാനൂ അലാ സിത്തിൻ ഖിസാലിൻ കുമ്മലാ. 6 കാര്യങ്ങളിൽ അവർ പൂർണ്ണതയിലെത്തിയവരായിരുന്നു. അവർ 6 കാര്യങ്ങൾ അവർക്ക് ഉണ്ട് എന്നല്ല പറഞ്ഞത്, അവർ അതിൽ പരിപൂർണരായിരുന്നു. ഏതൊക്കെയാണ് ആ 6 കാര്യങ്ങൾ? ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്നാമതായി സുഹുദുൻ സ്വലാഹുൻ വൽ ഇബാദത്തു ഇൽമുഹും. ഒന്നാമതായി സുഹുദുൻ, സുഹുദാണ്. സുഹുദ് എന്ന് പറഞ്ഞാൽ എന്താ? വസ്ഹദു വദാ ഫഖദുൻ ഇലാഖത ഖൽബിക بالمال لا فقد له تك أعقلا والزهد أحسن منصب بعد التقى وبه ينال مقام أرباب العلا. സുഹുദ് എന്ന് പറഞ്ഞാൽ എന്താ?
സുഹൃദ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ദുനിയാവിനോട് ബന്ധമില്ലാതിരിക്കുക, അതാണ് സുഹൃദ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഹൃദയബന്ധം, ദുനിയാവിനോട് ഹൃദയത്തിൽ ബന്ധമില്ലാതിരിക്കുക, അതല്ലാതെ തീരെ മുതലില്ലാതിരിക്കുക, അതല്ല സുഹൃദ് എന്ന് പറയുന്നത്. ചെറിയ ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. മഹാനായ ഇമാമുന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണെങ്കിലും, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണെങ്കിലും, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണെങ്കിലും, അവരൊക്കെ ഈ പറഞ്ഞ 6 ഗുണങ്ങൾ അത് പരിപൂർണമായുള്ളവരായിരുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മാലിക് ഇമാമിന്റെ ദർസിൽ മദീനയിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിക്കാൻ പോയതും ചരിത്രമൊക്കെ നമുക്കറിയാമായിരിക്കാം. ഒരിക്കൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മാലിക് ഇമാമിന്റെ വീടിന്റെ മുറ്റത്ത് റഅയ്തു അലാ ബാബി മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ഇമാമിന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ കാണുകയാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു അലാ ബാബി മാലിക്, മാലിക് ഇമാമിന്റെ വീട്ടിന്റെ മുന്നിൽ വാതിൽക്കൽ ഞാൻ കണ്ടു ഖുറാഅൻ മിൻ ഖുറാസാൻ മിൻ അഫറാസി ഖുറാസാൻ വബിഗാലി മിസ്ർ. പഴയകാലത്തെ ഏറ്റവും നല്ല വാഹനമായിരുന്നുവല്ലോ ഒട്ടകവും കുതിരയൊക്കെ. ആ കുതിര തന്നെ പല ഐറ്റംസ്, മുന്തിയ കുതിരകളുണ്ട്. അപ്പൊ മാലിക് ഇമാമിന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ കണ്ടു ഖുറാസാനിലെ മുന്തിയ ഇനം കുതിരകളെ ഞാൻ അവിടെ കണ്ടു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ബിഗാൽ, ഈജിപ്തിലെ ബിഗാൽ കോവർ കഴുതകളെ ഞാൻ മാലിക് ഇമാമിന്റെ വീട്ടുമുറ്റത്തിൽ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, മാലിക് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഉസ്താദായ മാലിക് ഇമാമിന്റെ വീടിന്റെ മുറ്റത്ത് ഏറ്റവും നല്ല മുന്തിയ ഇനം കുതിരകളെയും കോവർ കഴുതകളെയും ഞാൻ കണ്ടപ്പോൾ മാ റഅയ്തു അഹ്സന മിൻഹു, വളരെ ഭംഗിയുള്ളതായിരുന്നു അത്. അതിനേക്കാൾ ഭംഗിയുള്ളത് ഞാൻ കണ്ടിട്ടേയില്ല. അപ്പോൾ ഫഖുൽതു ലിമാലിക്, ഇമാം മാലിക് എന്നവരോട് ഞാൻ പറഞ്ഞു, മാ അഹ്സനഹു, ഈ കുതിരകൾക്ക് എന്തൊരു ഭംഗിയാണ് അല്ലേ? വളരെ ചന്തമുള്ള കുതിര, അല്ലെങ്കിൽ വളരെ ചന്തമുള്ള മൃഗം, വളരെ ഭംഗിയുള്ളത് എന്ന് പറയുന്നു. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. നമുക്ക് നല്ല താല്പര്യമുള്ള കാര്യമാണ്. ആരുടെയും കയ്യിൽ നല്ല മൊബൈൽ ഫോൺ കണ്ടാൽ, അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ ചിലപ്പോ നല്ല അതുപോലെയുള്ള എന്തെങ്കിലും വസ്തു കണ്ടാൽ നമ്മൾ പറയും, കാണാൻ നല്ല രസമുണ്ടല്ലോ, ഇത് എവിടെന്നാണ്, ഇതിനെത്ര വിലയെന്നൊക്കെ ചോദിക്കും ചിലപ്പോ. അങ്ങനെ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ചോദിക്കുന്ന ആൾക്ക് ഇതിനോട് എന്തുണ്ട്, താല്പര്യമുണ്ട് എന്നതിലേക്ക് ചിലപ്പോൾ അതൊരു സൂചന ആയിരിക്കാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മാ അഹ്സനഹു, ഈ കുതിര എന്തൊരു ഭംഗിയുള്ള കുതിരയാണ്. അപ്പോഴാണ് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫഖാല ഹുവ ഹദിയത്തുൻ മിന്നി ഇലൈക യാ അബാ അബ്ദുല്ലാഹ്, ഓ അബൂ അബ്ദുല്ലാഹ്. ഷാഫി ഇമാമിന്റെ കുഞ്ഞത്തലമാണ് അബൂ അബ്ദുല്ലാഹ് എന്നുള്ളത്. ഷാഫി ഇമാമിനെ വിളിച്ചുകൊണ്ട് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ അബ്ദുല്ലാഹ് ഹുവ ഹദിയത്തുൻ മിന്നി ഇലൈക, ഞാനത് നിങ്ങൾക്ക് ഹദിയ തന്നിരിക്കുകയാണ്, നിങ്ങളത് എടുത്തോ, നിങ്ങൾക്കായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫഖുൽതു ദഅ ലി നഫ്സിക മിൻഹാ ദബ്ബതൻ തർകുബുഹാ, ഉസ്താദിനോട് പറഞ്ഞു, ഇത് നല്ല ഭംഗിയുള്ളതാണ്, കുതിരയാണെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ആ കുതിരനെ ശിഷ്യനിക്ക് സമ്മാനിക്കുകയാണ്. ഷാഫി ഇമാം പറഞ്ഞു, അപ്പോ അത് മുഴുവനും എനിക്ക് വേണ്ട ഉസ്താദേ, ദഅലി നഫ്സിക മിൻഹാ ദബ്ബതൻ തർകുബുഹാ, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വാഹനം കയറാൻ, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള
കുതിരകളെ എടുത്ത് മാറ്റി വെച്ചിട്ട് മാത്രം എനിക്ക് തന്നാൽ മതി. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എടുത്തോളൂ, പിന്നെ ഏതെങ്കിലും എനിക്ക് തന്നാൽ മതി എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മാലിക് ഇമാം പറഞ്ഞൊരു മറുപടി ഉണ്ട്. മുഅ്മിനീങ്ങളെ, എന്താണ് ഇമാം മാലിക് എന്നവർ പറഞ്ഞതെന്നറിയുമോ? ആരാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു? ഇമാമു ദാരിൽ ഹിജ്റ, ദാറുൽ ഹിജ്റയുടെ ഇമാം, മദീനയുടെ ഇമാം എന്ന പേരിൽ പ്രസിദ്ധനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ താമസിച്ചുകൊണ്ട്, മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ട്, പ്രിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരത്ത് തന്നെ താമസിച്ചുകൊണ്ട് ദർസ് നടത്തിയിരുന്ന ലോക പ്രശസ്തമായ ഹദീസിന്റെ ഗ്രന്ഥമായ മുവത്തയുടെ രചയിതാവായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയുകയാണ്, ഫഖാല ഇന്നി അസ്തഹീ മിനല്ലാഹ്. മാലിക് ഇമാം പറയുകയാണ്, ഇന്നി അസ്തഹീ മിനല്ലാഹ്, ഞാൻ ലജ്ജിക്കുന്നു, അല്ലാഹുവിനെ തൊട്ട് ഞാൻ ലജ്ജിക്കുന്നു. എന്തിൽ നിന്ന്? അൻ അതഅ തുർബതൻ ഫീഹാ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഹാഫിരി ദബ്ബ. ഒരു മൃഗത്തിന്റെ പുറത്ത് കയറിയിട്ട് ആ മൃഗത്തിന്റെ കുളമ്പുമായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന മണ്ണുണ്ടല്ലോ, ഈ മദീനയുടെ മണ്ണ്, ആ മണ്ണിനെ ചവിട്ടാൻ എനിക്ക് ലജ്ജയുണ്ട്. ഒരു വണ്ടിയുടെ ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് ആ മണ്ണ് സ്പർശിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വാഹനം കയറാറില്ല, ഞാൻ വാഹനം കയറിയിട്ട് പോവില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മദീനയിൽ മാലിക് ഇമാമിന്റെ ചരിത്രം നോക്കിയാൽ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചെരുപ്പിട്ട് നടക്കാറില്ലായിരുന്നു എന്ന് കാണാം. എന്തിനു വേണ്ടിയിട്ട്? ആദരവാണ്, ബഹുമാനമാണ്. ആരോടുള്ള ആദരവ്? ആരോടുള്ള ആദരവ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവാണ് ദീൻ എന്ന് പറയുന്നത്. ആദരവാണ്, റെസ്പെക്റ്റ് ആണ് ദീൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉസ്താദിനെ ആദരിച്ചില്ലേ? ആലിമീങ്ങളെ നമ്മൾ ആദരിക്കണം, മഹാന്മാരെ നമ്മൾ ആദരിക്കണം, ഇതുപോലെയുള്ള സദസ്സിനെ നമ്മൾ ആദരിക്കണം. ആദരിക്കേണ്ടതെല്ലാം നമ്മൾ ആദരിക്കണം. ആദരവാണ് പ്രിയപ്പെട്ടവരെ ദീൻ എന്ന് പറയുന്നത്. ശംസുൽ ഉലമ പഠിപ്പിച്ചത് അതാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് തന്നെ ആദരവാണ്, റെസ്പെക്റ്റ് ആണ്, ബഹുമാനമാണ്. ബിദ്അത്തിന്റെ ആളുകളുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്താ? അനാദരവ് എന്നുള്ളത്. പുതിയ ചിന്താഗതിക്ക, സലഫി അല്ലെങ്കിൽ മറ്റു പല പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അവരുടെയൊക്കെ ഏറ്റവും വലിയ മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചാൽ ആദരവ് എന്ന് പറയുന്നത് തീരെ ഇല്ലാത്തവരാണ് അവർ. ആദരിക്കപ്പെടേണ്ടതിനെയും ആദരിക്കപ്പെടേണ്ടവരെയും അനാദരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, അല്ലാഹു സ്നേഹിച്ചവരെ ആദരിക്കാത്ത ഒരു തലമുറ ഇവിടെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ, അല്ലാഹു ആദരിച്ചതിനെ ധിക്കരിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ, അന്നാണല്ലോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപം നൽകപ്പെട്ടത്. ആദരവ് വളരെ പ്രമുഖമായ, വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ കാണേണ്ട ഒന്ന് തന്നെയാണ്. ആദരവില്ലെങ്കിൽ എന്താകും? ഈമാൻ തന്നെ നശിച്ചു പോകും. അല്ലാഹു സലാമത്താകട്ടെ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസ് ആയത് എന്തിന്റെ പേരില്ല? ചരിത്രം എല്ലാവർക്കും അറിയാം. അല്ലാഹു തആല ഇൽമു നൽകി ആദരിച്ചു ആരെ? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു തആല സർവ്വ വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ ഈ വസ്തുക്കളുടെ നാമങ്ങൾ നിങ്ങൾ പറയൂ. മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. പടച്ചവനെ, നീ തന്ന അറിവല്ലാതെ മറ്റൊരു അറിവ് ഞങ്ങൾക്കില്ല അല്ലാഹ്. അതുകൊണ്ട് വസ്തുക്കളുടെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല.
അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അംബിഉഹും, അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഈ വസ്തുക്കളുടെ പേരുകളെല്ലാം പറഞ്ഞു കൊടുക്കണം. ആദം അലൈഹിസ്സലാമിന് അല്ലാഹു അറിവ് നൽകി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആദം അലൈഹിസ്സലാം അവരുടെ ഇടയിൽ കൂടുതൽ അറിവ് നൽകപ്പെട്ട ഒരാളായി മാറി. അല്ലാഹു ആദം അലൈഹിസ്സലാമിന് കൂടുതൽ ഇൽമു കൊടുത്തു. ഇൽമുള്ളവരെ എന്ത് ചെയ്യണം? ഇൽമുള്ളവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. ഇൽമുള്ളവരെ ബഹുമാനിക്കൽ അത് നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. അതുകൊണ്ടല്ലേ എല്ലാ വർഷവും നമ്മൾ മഹാന്മാരായ ആലിമീങ്ങളുടെ അനുസ്മരണം ഈ നാട്ടിൽ നടത്തുന്നത്. അത് അവരോട് കൂടിയുള്ള ഒരു ആദരവിന്റെ ഭാഗവും കൂടിയാണ്. ആദം അലൈഹിസ്സലാമിനെ ആദരിക്കാൻ റബ്ബ് തീരുമാനിച്ചു. ഇൽമുള്ളവരെ ആദരിക്കണം, എല്ലാവരോടും ആദരിക്കാൻ അല്ലാഹു കൽപ്പിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കാൻ കൽപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞതെന്താ? നിങ്ങളെല്ലാവരും ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം അലൈഹിസ്സലാം. എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ആര് സുജൂദ് ചെയ്തില്ല? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. അപ്പൊ ഇബ്ലീസിനോട് ചോദിക്കപ്പെട്ടുവല്ലോ, എന്താ നീ സുജൂദ് ചെയ്യാതിരുന്നത്? അപ്പൊ പറഞ്ഞതെന്താ? അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ റെസ്പെക്റ്റ് ഉള്ള ആൾ ഞാനാ, എന്നെയാണ് കൂടുതൽ ആദരിക്കേണ്ടത്. ഈ ഞാൻ എന്നുള്ളതുണ്ടല്ലോ, വല്ലാത്ത ഒരു സാധനമാണ്. ആ ഞാൻ നമ്മുടെ ഖൽബിൽ നിന്ന് പോകണം. എപ്പോഴും ഞാന് എന്നുള്ള ചിന്ത, ബോധം നമുക്കുണ്ടാവാൻ പാടില്ല. അത് ഇബ്ലീസിന്റെ ചിന്തയാ. അല്ലാഹു നമ്മുടെ ഖൽബിനെ നന്നാക്കി തരട്ടെ. ആദം അലൈഹിസ്സലാമിനെ ആദരിച്ചില്ല. ഇബ്ലീസ് ഖിയാമത്ത് നാൾ വരെ അഭിഷക്തനായി മാറുകയാണ്. എല്ലാവരും അവന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് ചൊല്ലുകയാണ്. ആദരിക്കാതിരുന്നാൽ എന്താകുമെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അവൻ ചിലപ്പോൾ ഇബ്ലീസിനെ പോലെയായി മാറും. അല്ലാഹു സലാമത്താക്കട്ടെ. അതുപോലെ തന്നെ നോക്കൂ, മഹാനായ സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഹുനൈനിന്റെ ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗനീമത്ത് സ്വത്ത് ഓഹരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ധനം സഹാബത്തിന് വീതം വെച്ചു കൊടുക്കുകയാണ്. ഒരുപാട് കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, ഒരുപാട് മുതലുകളുണ്ട്. ചില ആളുകൾക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 ഒട്ടകം കൊടുത്തു. ചില ആളുകൾക്ക് 200 ഒട്ടകം കൊടുത്തു. 100 ഒട്ട ഒരാൾക്ക് തന്നെ, ഒരു വ്യക്തിക്ക് തന്നെ 100 ഒട്ടകം കൊടുത്തു. ചില ആളുകൾക്ക് 200 ഒട്ടകം കൊടുത്തു. ചില ആളുകൾക്ക് ഒന്നും കൊടുത്തില്ല. ഈ സദസ്സിലുള്ള എല്ലാവർക്കും ഒരു ഹദിയ ഇവിടെ എല്ലാവർക്കും കൊടുത്തു വന്നിരിക്കട്ടെ. ചില ആളുകൾക്ക് 10,000 കൊടുത്തു, ചില ആളുകൾക്ക് 1 ലക്ഷം കൊടുത്തു, ചില ആളുകൾക്ക് 2 ലക്ഷം കൊടുത്തു, ചില ആളുകൾക്ക് ഒന്നും കൊടുത്തില്ല. അപ്പൊ അറിയും നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. കിട്ടാത്തവന്റെയും കുറഞ്ഞു പോയവന്റെയും ദേഷ്യവും യഥാർത്ഥ സ്വഭാവം അവിടെ പ്രകടമാകും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം മുതൽ ഓഹരി ചെയ്തു കൊടുത്തു. ചില ആളുകൾക്ക് കൂടുതൽ കൊടുത്തു, ചില ആളുകൾക്ക് ഒന്നും കൊടുത്തില്ല. അപ്പോഴാണ് സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നീതി ചെയ്യണം. ഇത് നീതിയുടെ ഓഹരിയല്ല. നിങ്ങൾ ചെയ്ത നീതി, ആ ഓഹരി അത് നീതിപൂർവമായിട്ടില്ല. അതുകൊണ്ട് നീതി ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. ആരോടാണ് പറഞ്ഞത്? നമ്മൾ ആലോചിച്ചു. സ്വഹാബത്തെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എന്നല്ല, ലോക ചരിത്രത്തിൽ തന്നെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ചതുപോലെ മറ്റൊരു വ്യക്തി ആദരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധ്യമല്ല. അങ്ങനെയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് സ്വഹാബത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ പറയുകയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ സ്വഹാബത്തിന്റെ കൂടെ തന്നെ നടക്കുന്ന ആളാണ്.
പറഞ്ഞിട്ടെന്താ? ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും കുറെ ആളുകൾ. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്, മൊത്തത്തിൽ പറയാം. ചിലപ്പോ പള്ളിയിൽ വരും, നിസ്കരിക്കാൻ വരും, എല്ലാ കാര്യത്തിനും വരും, മഹലിന്റെ എല്ലാ കാര്യങ്ങൾക്കും അയാൾ സംബന്ധിക്കും. പക്ഷേ മഹലിന്റെയും മഹലിന്റെ കാര്യങ്ങളെയും ഒറ്റുകൊടുക്കുന്ന ആൾ ചിലപ്പോ അയാളായിരിക്കും. അങ്ങനെയുള്ള മനുഷ്യന്മാരും കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇഅ്ദിൽ യാ മുഹമ്മദ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഹാദിഹി ഖിസ്മ ലം യുഅദൽ ഫീഹാ, ഈ ഓഹരിയിൽ നീതി നടപ്പിലാക്കിയിട്ടില്ല, നീതിയില്ലാത്തൊരു ഓതിവെക്കലാണ് ഇവിടെ ഓഹരി ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ പറയുകയാണ്. ഇതിന്റെ പേരാണ് അനാദരവ് എന്നുള്ളത്. കാരണം എന്താ? അദിൽ, നീതി, ന്യായ, ധർമ്മ, അല്ലെ, ഇത് നടപ്പിലാക്കാൻ വേണ്ടി വന്നവരാണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഒരിക്കൽ പോലും അനീതി ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല, നുബുവത്തിന്റെ മുന്നേയും ചെയ്തിട്ടില്ല, നുബുവത്തിന്റെ ശേഷവും ചെയ്തിട്ടില്ല, ജീവിതത്തിൽ അന്യായമായത് ഒന്നുപോലും സംഭവിച്ചിട്ടില്ലാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നബി തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ആദ്യമായി പറഞ്ഞത് ഈ മനുഷ്യനാണ്. അനീതി എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്തു എന്നല്ലേ, നബി തെറ്റ് ചെയ്തു എന്ന് ആദ്യം പറഞ്ഞത് ഇയാളാണ്. പിന്നീട് ഇയാളുടെ പിന്മുറക്കാരായിട്ട് വന്നവരൊക്കെ അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കൂ ആരൊക്കെയാണ് അവരെന്ന് നമുക്ക് നോക്കാം, ചിന്തിക്കാം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വിവരം അറിഞ്ഞപ്പോ തങ്ങൾക്ക് അവിടുന്ന് വല്ലാതെ വിഷമം അനുഭവപ്പെട്ടു. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോ ദേഷ്യം വരില്ല. നമ്മുടെ കൂടെ നിന്നിട്ട് കൂട്ടത്തിലുള്ള ആള് തന്നെ നമുക്കെതിരെ പറയുമ്പോ അത് ചിലപ്പോ വല്ലാത്ത ടെൻഷൻ ഉണ്ടാകും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖതബ, അവിടുന്ന് പ്രഭാഷണം നടത്തി. എന്നിട്ട് പറഞ്ഞു, വമൻ യഅദിലു ഇദാ ലം യഅദിലില്ലാഹു വറസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നീതി ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ ആരാണോ ഈ ലോകത്ത് നീതി ചെയ്യുക? അള്ളയും റസൂലും നീതി ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആരാ നീതി ചെയ്യുക? നീതി നടപ്പിലാക്കാൻ വന്നവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അവര് നീതി ചെയ്തിട്ടില്ല പിന്നെ ആര് ചെയ്യും നീതി? അപ്പോഴാണ് എല്ലാ അനീതിക്കെതിരെയും അതിശക്തമായി നിലപാടെടുക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു, അവരെ പോലെയുള്ള ധീരരായ സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ അങ്ങ് സമ്മതം തരണം, അങ്ങ് സമ്മതിക്കണം. ഈ മുനാഫിഖ്, ഈ കപടൻ നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്കെതിരെ തിരിയുന്നവനാണല്ലോ ഇവൻ, ഈ കപടന്റെ തല ഞങ്ങൾ എടുക്കട്ടെയോ നബിയെ? കൊന്നുകളയണം, കാരണം റസൂലുള്ള നീതി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞവരാണ്, അതുകൊണ്ട് കൊല്ലട്ടെയോ, അങ്ങ് സമ്മതം തരണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊക്കെ നമുക്ക് വലിയ പാഠമുണ്ട്. നമ്മളൊരു നേതൃത്വത്തിന്, ഒരു ലീഡർഷിപ്പ് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ നിൽക്കുമ്പോൾ അവരോട് ചോദിച്ചിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഉമറേ, അവനെ നിങ്ങൾ കൊല്ലണ്ട, അവനെ വെറുതെ വിടൂ ഉമറേ. കാരണം എന്താണെന്ന് അറിയുമോ? ഇന്നഹു യഖ്റുജു മിൻ ളിഇ ഹാദാ ഖൗമുൻ യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖു السഹമു മിനർ-റമിയ്യ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമറേ, ഇവനെ കൊല്ലണ്ട. കാരണം എന്താണെന്ന് അറിയുമോ? ഇന്നഹു, തീർച്ചയായിട്ടും കാര്യം, യഖ്റുജു മിൻ ളിഇ ഹാദാ, ഇവന്റെ പിൻതലമുറക്കാരിൽ നിന്ന്, ഇവന്റെ ശേഷമുള്ള ജനറേഷനിൽ നിന്ന് വരാനുണ്ട്, ഇവന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഉണ്ടാവാനുണ്ട്.
ഖൗമുൻ ഒരു വിഭാഗം ഉണ്ടാകാനുണ്ട്. ഇവന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകും. അവരാരാണെന്നറിയുമോ? അവരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? അതായത് ഇവനെ കൊല്ലാനായിട്ടില്ല, ഇവന്റെ മക്കളെ കൂട്ടത്തിൽ ഒരു ജനറേഷൻ ഇവിടെ ഉണ്ടാകാനുണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? ചില റിപ്പോർട്ടുകളിൽ കാണാം യഖറഊനൽ ഖുർആൻ, അവർ ധാരാളം ഖുർആൻ ഓതും, അവര് ധാരാളം ഖുർആൻ ഓതും, അവര് യുസല്ലൂൻ, അവർ ധാരാളം നിസ്കരിക്കുന്നവരാണ്. മാത്രമല്ല നിസ്കാരം എത്രത്തോളം അവരിൽ ഉണ്ടാകുമെന്നറിയുമോ? നിങ്ങളുടെ നിസ്കാരം നോക്കിയാൽ അവരുടെ നിസ്കാരത്തിലേക്ക് നോക്കുമ്പോ നിങ്ങളുടെ നിസ്കാരം ഒന്നുമായിരിക്കില്ല. നിങ്ങളെക്കാൾ ഭയങ്കര നിസ്കാരക്കാരായിരിക്കും അവർ ഖുർആനോതും, ധാരാളം ഖുർആനോതും. അങ്ങനെയുള്ള ഒരു ടീമാണ് ഇവിടെ വരിക. പക്ഷെ അവരെ നിസ്കരിച്ചിട്ടും കാര്യമില്ല, ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല. യംറുഖൂന മിനദ്ദീൻ, അവർ പരിശുദ്ധമായ ദീനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയവരാണ്. യംറുഖൂന മിനദ്ദീൻ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുറച്ച് പറഞ്ഞിട്ട് ഇൻഷാഅല്ലാഹ് നിർത്താം. യംറുഖൂന മിനദ്ദീൻ, അവർ പരിശുദ്ധമായ ദീനിൽ നിന്ന് തെറിച്ചു പോകും. അവർ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ പറയാറുണ്ട്, ചില ആളുകളെ നോക്കിയിട്ട് അവർ ഭയങ്കര നിസ്കാരക്കാരാണ്. ഉസ്താദേ, നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെക്കാളും നന്നായിട്ട് ആ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ഖുർആൻ ഓതാറുണ്ട്. അങ്ങനെയാണ് എന്നൊക്കെ ചിലർ പറയാറുള്ളത്. ഇവിടെ പഠിച്ച കുട്ടികൾക്ക് നന്നായി ഖുർആൻ ഓതാൻ അറിയും. അവര് ഭയങ്കര നിസ്കാരക്കാരാണ്. നോക്കൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അവർക്ക് നിസ്കാരമില്ല എന്നല്ല, അവർ ഖുർആൻ ഓതാൻ അറിയാത്തവരാണ് എന്നല്ല. യഖറഊനൽ ഖുർആൻ, അവർ ധാരാളം ഖുർആൻ ഓതും. യുസല്ലൂന, അവർ നിസ്കരിക്കും. പക്ഷേ നിങ്ങളുടെ നിസ്കാരം പോലും ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അത്രമാത്രം അവർ നിസ്കരിക്കുന്നവരായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിലും യംറുഖൂന മിനദ്ദീൻ, ദീനിൽ നിന്ന് അവർ തെറിച്ചു പോയവരാണെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിൽ നിന്ന് അവർ തെറിച്ചു പോയവരാ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിസ്കരിക്കുകയാണ് അവര്, ഖുർആൻ ഓതുന്നവരാണ്. വായ് തുറന്നാൽ ഖുർആനിലേക്കാണ് ക്ഷണിക്കുക, അല്ലെങ്കിൽ ഖുർആനാണ് അവർ ഓതുക, ഖുർആനാണ് അവർ പറയുക. എന്നാലും യംറുഖൂന മിനദ്ദീൻ, ദീനിൽ നിന്ന് അവർ തെറിച്ചു പോയവരാണ്. ഇതുപോലെ കമാ യംറുഖുസ്സഹ്മു മിനർ റമിയ്യ, ഒരു വേട്ടമൃഗത്തിലേക്ക് അമ്പെയ്താൽ ആ അമ്പ് വേട്ടമൃഗത്തിൽ അതിവേഗതയിൽ വേട്ടമൃഗത്തിൽ പോയി തറിക്കുന്ന ആ ശരമുണ്ടല്ലോ, അത് വേട്ടമൃഗത്തിൽ തറച്ചുകൊണ്ട് വേട്ടമൃഗത്തിൽ നിന്ന് എപ്രകാരം അത് തെറിച്ചു പോകുമോ, പുറത്തേക്ക് തെറിച്ചു പോകുമോ, അതുപോലെ അവർ തെറിച്ചു പോയവരാണ്, ദീനിൽ നിന്ന് പുറത്തു പോയവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടെ ഒരുപാട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താ കാരണം? ഒന്ന്, ഈ ഈ വിഭാഗത്തിന്റെ തുടക്കമെന്ന് പറയുന്നത് അനാദരവിൽ നിന്നാണ്, റെസ്പെക്റ്റില്ലായ്മയിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അവന്റെ മക്കളെ കൂട്ടത്തിൽ പോലും അങ്ങനെയുള്ള ഒരു വിഭാഗം ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ആദ്യമായി പറഞ്ഞത് ഇവനാ, നീതി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ഇവനാ. ഇന്ന് അവന്റെ പിന്മുറക്കാരായ ആളുകൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നല്ല രണ്ടല്ല, ഒരു ദിവസം 70 അല്ല 100 തെറ്റുകൾ റസൂലുള്ളാഹി ചെയ്യാറുണ്ടായിരുന്നു എന്ന്. അല്ലാഹു നമ്മളെ
സലാമത്താക്കട്ടെ. 100 തെറ്റ് റസൂലുള്ളാഹി ചെയ്യാറുണ്ട് എന്ന് അവർ പറയുന്നു. കാരണം എന്താ? ചില ഹദീസിൽ കാണാം, ഓ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. ഞാൻ അള്ളാഹുവിനോട് 100 തവണ 70 തവണ അല്ലെങ്കിൽ 100 തവണ ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്, പൊറുക്കലിനെ തേടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. അപ്പൊ റസൂലുള്ളാഹി 100 അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞത് 100 തെറ്റ് ചെയ്തതുകൊണ്ടാണ്. ഇങ്ങനെ സ്വന്തമായിട്ട് ഹദീസിനെയും ആയത്തിനെയും വ്യാഖ്യാനിക്കുന്ന ആദരവ് എന്ന് പറയുന്നത് തീരെ ഇല്ലാത്തവരാണ് ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന പുതിയ ചിന്താഗതിക്കാർ. അതുകൊണ്ട് ദീൻ എന്ന് പറയുന്നത് റെസ്പെക്റ്റാണ്. ആദരിക്കേണ്ടവരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കണം. ശംസുലുലമയെ ആദരിക്കണം, മഹത്തുക്കളെ നമ്മൾ ആദരിക്കണം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് അതാണ്. മാലിക് ഇമാം നമ്മളെ പഠിപ്പിച്ചത് അതാണ്. മഹാന്മാര് പറയുന്നത് സുഹുദുൻ സ്വലാഹുൻ വൽ ഇബാദതു വൽ വറഅ, സുഹുദുൻ സ്വലാഹുൻ വൽ ഇബാദതു ഇൽമുഹും بعلوم عقبى نافعات للملاك. പൂർവികരായ ആളുകൾക്ക് ഉണ്ടായിരുന്ന വലിയ ഗുണമെന്ന് പറയുന്നത് ഒന്ന് സുഹുദ്, രണ്ടാമത്തത് സ്വലാഹ്. അവരുടെ പുറം എത്ര നന്നായിരുന്നു അതിനേക്കാൾ നന്നായിരുന്നു അവരുടെ മനസ്സ്. ഉള്ളും പുറവും നന്നായവരായിരുന്നു അവർ. അതേപോലെ ജീവിതത്തിൽ വലിയ ഇബാദത്തുമായി നടന്നവരാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ. ഇതാണ് യഥാർത്ഥ ആലിമീങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെയാ ശംസുൽ ഉലമയെ കുറിച്ചും കണ്ണീത്ത് ഉസ്താദിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് അവിടെയും കാണാൻ കഴിയുന്നത് ഇതൊക്കെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ വിനീതനായ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്താകുന്നത്. ആ വഫാത്തായി എന്ന വിവരം അറിഞ്ഞപ്പോ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ദർസിൽ നിന്ന് കോഴിക്കോട് വെള്ളിമാട് കുന്നിലുള്ള ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ വസതിയിലേക്ക് പോവുകയാണ് ജനാസ കാണാൻ വേണ്ടി. കോഴിക്കോട് നഗരം അന്നും ഇന്നും എന്നും കാണാത്ത വലിയൊരു ജനസാഗരമാണ് അവിടെ ഉണ്ടായിരുന്നത്. ജനാസ കണ്ടതിനേക്കാൾ കണ്ട ആളുകളെക്കാളും കൂടുതൽ കാണാത്തവരായിരുന്നു. അത്രത്തോളം ആളുകൾ കാണാതെ തിരിച്ചു വന്നു. വൈകുന്നേരം വരെ ക്യൂ നിന്നിട്ടും കാണാൻ ഭാഗ്യം കിട്ടാത്ത അല്ലെങ്കിൽ കാണാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ, ഒരുപാട് ആളുകൾ ആ ജനാസ സന്ദർശിച്ചു. അത് ചെറിയൊരു വിഷയമല്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, പുതിയ ചിന്താഗതിക്കാരോട് നിങ്ങൾ പറയണം, പുത്തൻവാദികളോട് പറയണം, നമ്മുടെയും നിങ്ങളുടെയും ഇടയിൽ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം ഏതാണ്? അത് വഫാത്താകുന്ന മരിക്കുന്ന ദിവസം എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. നമ്മളാണോ നിങ്ങളാണോ ശരിയെന്ന് മനസ്സിലാകാൻ ഒരു ദിവസം വരും. ആ ദിവസം ഏതാണെന്നറിയോ? മരിക്കുന്ന ദിവസമാണ്. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അന്നേ വരെ ചരിത്രം കണ്ടിട്ടില്ലാത്ത, ലോകം കണ്ടിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ, 10 ലക്ഷത്തോളം ആളുകൾ മഹാനവറുകളുടെ ജനാസ സന്ദർശിച്ചു എന്നാണ്. വഫാത്തിന്റെ മുമ്പ് തന്നെ അഹ്മദ് തങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു. അതേപോലെ ശംസുൽ ഉലമയുടെ ജനാസ കാണാൻ കേരളത്തിന്റെയും കർണാടകയുടെയും മുക്ക് മൂലകളിൽ നിന്ന് ധാരാളം ആളുകൾ ഒഴുകിയെത്തിയപ്പോ കണ്ടവരെക്കാളും കാണാത്തവരായിരുന്നു കൂടുതൽ എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ശരി. ആ മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെയൊക്കെ ജീവിതം എത്ര ലളിതമായിരുന്നു, എത്ര സുന്ദരമായിരുന്നു. അവരൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊട്ടാരം പോലെയുള്ള വീടുകൾ അവർക്ക് നിർമ്മിച്ചു നൽകപ്പെടുമായിരുന്നു, അല്ലേ?
കാളമ്പാടി ഉസ്താദ് വിനീതനായ എന്നെ പോലെയുള്ളവരുടെ ഉസ്താദാണ്. മഹാനായ കാളമ്പാടി ഉസ്താദ് അവരുടെയൊക്കെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. സമസ്തയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇനി കാളമ്പാടി ഉസ്താദ് ഇനി പഴയതുപോലെയല്ല, തിരക്ക് കൂടും, ഇനി ഉസ്താദിന്റെ പല പരിപാടികളിൽ സംബന്ധിക്കേണ്ടി വരും, അതുകൊണ്ട് ഒരു കാർ വാങ്ങണമെന്ന് പറഞ്ഞപ്പോ, കാർ വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചപ്പോ, സമസ്തയുടെ കയ്യിൽ തന്നെ ഒരു കാർ വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചപ്പോ അത് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചവരാണ് മഹാനായ കാളമ്പാടി ഉസ്താദ്. അവരെ പോലെയുള്ള ആളുകൾ. അപ്പൊ ശംസുൽ ഉലമ കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ളവർക്ക് സമൂഹത്തോട് എന്ത് തന്നെ ആവശ്യപ്പെടേണ്ട സൂചന നൽകിയാൽ തന്നെ എന്തും ചെയ്തു കൊടുക്കുന്ന ആളുകൾ, അനുയായികൾ ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അതൊന്നും തന്നെ അവർ മിസ്യൂസ് ചെയ്തിട്ടില്ല. അവര് സാമ്പത്തികമായ നേട്ടം കൊയ്യാനുള്ള ഒരു മാർഗമായി അതിനവര് തിരഞ്ഞെടുത്തിട്ടില്ല. മരണം വരെ അവര് സുഹൃദിലും വറയിലും തഖ്വയിലുമായി അവര് ജീവിച്ചു. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടുത്തെ അനുസ്മരണ പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട വളവണ്ണ കഴിഞ്ഞ വർഷത്തെ വളവണ്ണ ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ ഞാൻ വന്നിരുന്നു. അതേപോലെ ഉസ്താദിന്റെ ഒരു പ്രഭാഷണം കേട്ടു. വളവണ്ണ ഉസ്താദിന്റെ ഒരു പ്രഭാഷണം കേട്ടു. ശംസുൽ ഉലമയുടെ കൂടെ ഒരുപാട് കാലം ശിഷ്യനായി ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയവരാണ് വളവണ്ണ ഉസ്താദ്. അപ്പൊ വളവണ്ണ ഉസ്താദ് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ ശംസുൽ ഉലമയുടെ വീട്ടിൽ താമസിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ശംസുൽ ഉലമയുടെ ഇബാദത്ത് കാണാൻ. രാത്രി ശംസുൽ ഉലമയുടെ ഇബാദത്തിനെ കുറിച്ച് കേട്ടിരുന്നു. ഉറങ്ങാറില്ലായിരുന്നു അത്രേ ശംസുൽ ഉലമ. സൂറത്തുൽ അൻആം ഓതിയിട്ട് കുറെ നേരം നിസ്കരിക്കും, ഒരുപാട് ദിക്ർ ചൊല്ലും, ദുആ ചെയ്യും. രാത്രി വളരെ കുറച്ച് മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ മഹാനായ ശംസുൽ ഉലമ. അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഉസ്താദിന്റെ വീട്ടിൽ താമസിച്ചു. ഉറങ്ങാതെ ഞാൻ കാത്തിരുന്നു എന്ന് വളവണ്ണ ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. രാത്രി വളരെ വൈകിട്ടും ഉറങ്ങാത്ത ശംസുൽ ഉലമയെ ബഹുമാനപ്പെട്ട വളവണ്ണ ഉസ്താദ് വീക്ഷിച്ചപ്പോ കുറെ കഴിഞ്ഞപ്പോ ശംസുൽ ഉലമക്ക് മനസ്സിലായി. അപ്പൊ ചോദിച്ചു, അത്ര എന്താ വളവണ്ണ, നീ ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ? അപ്പോ ഉസ്താദ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അത്രേ ഞാൻ ഇബാദത്ത് ചെയ്യാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോ കാസർഗോഡ് ഭാഗത്തൊക്കെ പരിപാടിയാണല്ലോ, അപ്പൊ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇപ്പൊ ഉറക്ക് തീരെ ഇല്ലാതെ ആയിട്ടുണ്ട്, ഉറങ്ങാതെ ഒരു ശീലമായി മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് ശംസുൽ ഉലമ പറഞ്ഞു. അത്രേ മഹാനായ ശംസുൽ ഉലമ ആ സമയത്തും ഇബാദത്തിലായിരുന്നു. രാത്രി വൈകിട്ടും അവര് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവര് രാത്രി വളരെ കുറച്ച് മാത്രമേ ഉറങ്ങാറുള്ളൂ എന്ന് ഖുർആനിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഈമാനും തഖ്വയും സുഹുദും വറഉം മേളിച്ചവരാണ് ഈ പ്രസ്ഥാനത്തെ നയിച്ച മഹാന്മാരായ നമ്മുടെ നേതാക്കൾ. കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു ശംസുൽ ഉലമയുടെ ഉസ്താദാണ്. അവരുടെയൊക്കെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. വലിയ സൂക്ഷ്മശാലിയായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്. വറഇന്റെ പര്യായമായിരുന്നു. ഹറാമല്ല, ഒരു കറാഹത്ത് പോലും അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്നാണ് അവരെ കുറിച്ച് അറിയുന്നവർ പറയുന്നത്. ആ കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് അല്ലേ, വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് സമസ്തയുടെ ആദ്യകാല പ്രസിഡന്റ് ആയിരുന്നു. മഹാനവറുകൾ വലിയ മുതലാളിയായിരുന്നു. അത്ര മലപ്പുറം ജില്ലയിലെ വലിയ മുതലാളിമാരിൽപ്പെട്ട ആളായിരുന്നു മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ്. പക്ഷേ അവസാനം വഫാത്താകുമ്പോ അവരുടെ എല്ലാ സമ്പത്തും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. അവരുടെ എല്ലാ സ്വത്തുക്കളും ദീനിന് വേണ്ടി വഖഫ് ചെയ്തു. അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോ ഒന്നുമില്ലാത്ത രീതിയിലാണ് വിട പറഞ്ഞത് എന്ന് അവരെ കുറിച്ച് അറിയുന്നവര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ നേതാക്കൾ. അതുകൊണ്ട് നേരത്തെ ഇവിടെ അബ്ദുൽ ഉസ്താദ് പറഞ്ഞില്ലേ, ശംസുൽ ഉലമ ചോദിച്ചല്ലോ തങ്ങളെ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് സയ്യിദുൽ ഉലമയോട്. സയ്യിദുൽ ഉലമ പറഞ്ഞു, എനിക്ക് നിങ്ങളോടുകൂടെ സ്വർഗത്തിൽ കൂടണം. അത് തന്നെയാണ് നമുക്കും പറയാൻ. നമുക്ക് ആ മഹാന്മാരോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം. അവരെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ അവരെ പോലത്തെ ഇബാദത്തും അമലൊന്നും ദീനിന്റെ ഖിദ്മത്തൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരോട് ഹുബ്ബുള്ളവരാണ് നമ്മൾ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എനിക്ക് സ്വാലിഹീങ്ങളോട് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ടവനൊന്നും അല്ല. അത് ഷാഫി ഇമാമിന്റെ വിനയമാണ്. നമുക്ക് റിയലായിട്ട് പറയാം, നമ്മൾ സ്വാലിഹീങ്ങളൊന്നും അല്ലെങ്കിലും നമ്മൾ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്.
അവരെ പോലെ അമൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ സ്നേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരോടുകൂടെ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു തആല അങ്ങനെയുള്ള ഭാഗ്യശാലികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ മഹത്തുക്കളോടുകൂടെ നമ്മളെ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. സമസ്തയുടെ ചരിത്രത്തിൽ വലിയ പിന്നെ ഒരു അധ്യായം തുന്നിച്ചേർക്കപ്പെടാൻ പോവുകയാണല്ലോ. ഫെബ്രുവരിയിൽ 4 മുതൽ 8 വരെ തീയതികളിൽ നടക്കുന്ന കാസർഗോഡ് കുണിയയിൽ നമ്മുടെ സമീപ പ്രദേശത്ത് നടക്കുന്ന ആ വലിയ ഐതിഹാസിക സമ്മേളനം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ആ സമ്മേളനത്തിന്റെ അവിടെ സാഗരം പോലെ ജനങ്ങൾ സംബന്ധിക്കുമ്പോൾ അതിലെ ഒരു ചെറിയൊരു ബിന്ദുവാകാൻ, ഒരു തുള്ളിയാകാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം വേണം. അല്ലാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും അതിന് ആ ഒരു മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കണമെന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു തആല ഈ സദസ്സിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നേരത്തെ തന്നെ വന്നു നമുക്ക് വേണ്ടി നസീഹത്തും അതുപോലെ ദുആവും നടത്തി തരാൻ വേണ്ടി. അല്ലാഹു തങ്ങളവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സാദാത്യങ്ങളുടെയും ഉലമാക്കളുടെയും പിന്നാലെ അണിനിരന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദമസഞ്ചാരത്തിന്റെ പര്യായമായിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹത്തെ നീതിയുടെയും സത്യത്തിന്റെയും കാവലുകൾ എന്ന നിലയ്ക്ക് കൈപ്പിടിച്ച് നയിച്ച പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാംസ്കാരികവും ധാർമ്മികവുമായ മനുഷ്യ സമൂഹം ധർമ്മചെയ്തിൽ അഭിമാനിച്ചിരുന്നവർ കാലഘട്ടത്തെ സാക്ഷ്യപ്പെടുത്തി ഈ 10 ജീവിതം പരിചയപ്പെടുത്തി തന്ന് തന്റെ പ്രസംഗം കൊണ്ട് ജനമനസ്സിനെ കവർന്നെടുത്ത വാക്കുകൾ കൊണ്ട് വിസ്ഫോടനം തീർത്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട അബ്ദുസലാം ഫൈസി ഉസ്താദ് അവർക്ക് സംഘാടന സമിതിയുടെ 1000 കൃതജ്ഞതകൾ രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഈ വേദിയിൽ ഒരു സന്മാനദാന ചടങ്ങിലേക്ക് വേദി സാക്ഷിയാവുകയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് തറവാട്ടിലെ അഗ്രഗണ്യൻ ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് സന്മാനദാനം ചെയ്യുകയാണ്. അതിനെ സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെയും അതിനെ നൽകാൻ വേണ്ടി സ്വാഗത സമിതി കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, SKSSF കമ്മിറ്റി ഭാരവാഹികൾ, എംഗമൻസ് കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു ഉസ്താദുമാർ വേദിയിലുള്ള ഗണ്യ വ്യക്തിത്വങ്ങൾ നൽകാൻ വേണ്ടി ക്ഷണിക്കുന്നു. സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് വർഗലെയും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആദർശത്തിന്റെ വെറുവഴികളിൽ കണലരിയുന്ന വൈരികൾക്കെതിരെ ആത്മനിബന്ധനയുടെ അനിർവചനീയ സന്ദേശങ്ങൾ സംവേദനം ചെയ്ത് സമൂഹത്തിന് സമർപ്പിച്ച മാനവരാശിയുടെ സമുദാരകൻ, മദീന മുനവ്വറയിൽ പ്രകാശത്തിന്റെ പ്രഭാവം തീർക്കുന്ന മദീനയുടെ ചക്രവർത്തി, കോടാനുകോടി മുസൽമാന്റെ മനസ്സിൽ ഇന്നും പ്രകാശിക്കുന്ന ലോക നേതാവ് അറ്റൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൽ കടന്നുവന്ന് സമൂഹത്തിന് ഇന്ന് നേതൃത്വം വഹിക്കുന്ന കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന കൊടപ്പണകൽ തറവാട്ടിലെ അഗ്രഗണ്യൻ സയ്യിദ് കുടുംബത്തിലെ കൺമണി, അതെ പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ നമുക്ക് മുമ്പിൽ നസീഹത്തിനായി വേദിയിൽ എത്തുന്നു. തങ്ങളെ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു, പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.